അച്ഛൻ എന്താ താമസിക്കുന്നേ? മോളെ ആരെയും നോക്കി നിൽക്കുക ഇവിടെ? എന്റെ അച്ഛനെ നോക്കി നിൽക്കുക. അച്ഛന്റെ കണ്ടോ? അച്ഛനാണ് പറഞ്ഞ മോളെ വിളിച്ചോണ്ട് വരാൻ. അച്ഛൻ മാത്രമേ എന്നെ വിളിക്കാൻ പറ്റുള്ളല്ലോ, വേറെ ആരെയും വിടുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അച്ഛൻ ഓഫീസിൽ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. വാ വണ്ടി പെട്ടെന്ന് കയറ്. അങ്കിൾ, എനിക്ക് അങ്കിളിനെ അറിയത്തില്ലല്ലോ, അതുപോലെ തന്നെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവരുടെ കൂടെ ഒന്നും എങ്ങോട്ട് പോകരുതെന്ന്. അയ്യോ മോളെ, വന്ന് വണ്ടിയിൽ കയറ്, അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് നിന്നെ അറിയാം. ആ ഓക്കെ അങ്കിൾ. മോളെ, ഇത് അച്ഛൻ്റെ അമ്മയുടെ നമ്പർ, ഇത് കാണാതെ പഠിക്കണം കേട്ടോ. എന്തിനാ അച്ഛൻ? മോനെ, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ അടുത്തുള്ള ആളുടെ സഹായം തേടി ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് നിന്നെ കണ്ടെത്താൻ കഴിയും. ഏതെങ്കിലും അപരിചിതം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും വരുവാണെങ്കിൽ അവരുടെ മൊബൈലിൽ നിന്നോ ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് നിനക്ക് ഉറപ്പിക്കാൻ പറ്റും ഞങ്ങൾ പറഞ്ഞിട്ടാണോ വന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യണേ. ഓക്കെ അച്ഛാ. ശരി മോനെ. അങ്കിൾ ഒരു മിനിറ്റ്. എന്താ മോളെ ചിന്തിക്ക് നിൽക്കുന്നത്? പെട്ടെന്ന് വന്ന് വണ്ടിയിൽ. അങ്കിൾ ഒരു മിനിറ്റ്. ശ്രീനന്ദ, എന്താ മണി ഇവിടെ നിൽക്കുന്നത്? അച്ഛൻ ഇതുവരെ വന്നില്ലേ? അങ്കിളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ, പക്ഷെ എനിക്ക് ഈ അങ്കിളിനെ അറിയത്തില്ല. കുട്ടി, നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ നിന്റെ അച്ഛൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛനാണ് പറയുന്നത് കുട്ടിയെ വിളിച്ചോണ്ട് വരാൻ. പെട്ടെന്ന് വാ, വന്ന് വണ്ടിയിൽ കയറി, ഞാൻ കൊണ്ടാക്കട്ടെ. ആന്റിയുടെ ഫോൺ തരാവോ? എന്റെ അച്ഛനെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യാനായിരുന്നു. അച്ഛന്റെ നമ്പർ അറിയില്ലല്ലോ. അത് സാരമില്ല ആന്റി, എനിക്ക് എന്റെ അച്ഛന്റെ നമ്പർ അറിയാം. നമ്മളെ വിളിക്കേ. ഹലോ, അച്ഛൻ ആരെങ്കിലും വിട്ടായിരുന്നോ എന്നെ വിളിക്കാൻ? ആരാ അത്? ഇല്ല മോളെ, ഞാൻ ആരെയും വിട്ടിട്ടില്ല. ഒരു കാര്യം എവിടെയെങ്കിലും സേഫ് ആയിട്ട് മാറി അച്ഛൻ 2 മിനിറ്റിനോട്. ഹലോ ഹലോ. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണ്. കാരണം ഇത്തരം സാഹചര്യങ്ങളെ കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 4 or 6 പ്രായമാകുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണ്. അതവരെ പഠിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, അവർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ട്യൂണിൽ നമ്മുടെ മൊബൈൽ നമ്പർ അവരെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ അവരുടെ ഗെയിമിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ. എനിക്ക് തന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെല്ലാം മൊബൈൽ യൂസ് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ മൊബൈലിന്റെ പാസ്വേഡ് മൊബൈൽ നമ്പർ ആക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം അവർ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ മൊബൈലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പാസ്വേഡ് മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ടൈപ്പ് ചെയ്യാനാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചാലും മറ്റേതെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മൊബൈൽ നമ്പർ മറക്കില്ല. കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കോഡും കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപരിചിതരായ ഒരു വ്യക്തി വന്നാൽ സീക്രട്ട് കോഡ് എന്താണെന്ന് കുട്ടികൾക്ക് ചോദിക്കാം. ആ സാഹചര്യത്തിൽ നമുക്ക് ചതി ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതൊരു സാഹചര്യത്തിലും പാനിക്കാവാതെ ആ ഒരു സാഹചര്യത്തെ മറികടക്കുന്നതിനായിട്ട് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ്. ശ്രദ്ധിക്കുക.